കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയ്ക്കെതിരെ ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജ്. സ്പോൺസർമാർക്ക് വേണ്ടി വാർത്തകൾ വളച്ചൊടിച്ച് ദീപികയിലെ ചിലർ രാഷ്ട്രീയം കളിക്കുകയാണ്. എല്ലാ ആനുകൂല്യങ്ങളും പറ്റി പിതാക്കന്മാർ അറിയാതെ ചിലർ ദീപികയെ ഉപയോഗിക്കുകയാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു. സഭയ്ക്ക് വേണ്ടെങ്കിൽ ബി.ജെ.പിക്കും വേണ്ട എന്ന തന്റെ പ്രസ്താവന വളച്ചൊടിക്കുകയായിരുന്നു. സഭാപിതാക്കന്മാരെ പ്രതിഷേധം അറിയിക്കുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ദീപിക പോലെയുള്ള പത്രങ്ങളുടെ ഇടപെടൽ അത് വോട്ടുകളെ സ്വാധീനിക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ദീപിക എടുക്കുന്ന നിലപാടുകളിൽ നമുക്ക് തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇലക്ഷൻ സമയമാകുമ്പോൾ എല്ലാവിധ ആനുകൂല്യങ്ങളും ഇവരൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ സമയമാകുമ്പോൾ കോൺഗ്രസിന് വേണ്ടിയും ചില വ്യക്തികൾക്ക് വേണ്ടിയും ദീപികയ്ക്കകത്തിരുന്നൊന്നും സഭാപിതാക്കന്മാർ പോലും അറിയുന്നതല്ല. ചില വ്യക്തികൾ പത്രത്തിനുള്ളിലിരുന്നുകൊണ്ട് കാണിക്കുന്ന ഈ രാഷ്ട്രീയം അത് പിതാക്കന്മാരെ നേരിൽ കണ്ട് പരാതി അറിയിക്കും. അവരോട് കൃത്യമായി ഇതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ആകുലത തിരിച്ചറിയിക്കും. കാരണം സഭയുടെ ആകുലത നമ്മളെ അറിയിക്കാറുണ്ട്, നമ്മുടെ ആകുലത തിരിച്ചറിയിക്കും. കാരണം സഭയുടെ മുഖപത്രം എന്ന് പറയുമ്പോൾ സഭയുടെ മുഖപത്രമായിരിക്കണം. അവിടുത്തെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പലരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ദീപിക മാറാൻ പാടില്ല. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആരാണെന്ന് അറിയാനുള്ള അവകാശം സഭാ മക്കളാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അഖിൽ കെ വിവരങ്ങളുമായി. അഖിൽ, ഇപ്പോൾ കത്തോലിക്ക സഭ മുഖപത്രത്തിനെതിരെ ഷോൺ ജോർജ് പ്രതികരിക്കും. FCR നിയമവുമായി ബന്ധപ്പെട്ടാണ് ദീപികയിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുന്നത്. ദീപികയിലെ ചിലർ എന്നതാണോ, സഭയ്ക്കെതിരെയാണോ ഈ പ്രതികരണം വരുന്നത്? കാരണം പറഞ്ഞ് PC ജോർജും നിലവിട്ടുള്ള പ്രതികരണത്തിലേക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. എന്താണ് ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞത്? എന്താണ് ഇപ്പോൾ ഷോണിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്? സ്മൃതി, തീർച്ചയായും ഈ വിഷയത്തിൽ ഒരു സഭയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രതികരണമായി അല്ല ഷോൺ ജോർജ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതിൽ സഭയെ കൊള്ളിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തുകയും ചെയ്യുന്നത്. കാരണം ഈ ദീപികയ്ക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഷോൺ ജോർജ് നടത്തി വരുന്നത്. അതായത് ഈ സ്പോൺസർമാർ അല്ലെങ്കിൽ ദീപികയുടെ ഇൻവെസ്റ്റർമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഇൻവെസ്റ്റർമാരുടെ വാക്ക് കേട്ട കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള ഒരു വിടിവേല ചെയ്യുന്ന തരത്തിൽ ഇത്തരത്തിൽ ദീപിക പത്രം മാറുന്നു എന്നൊരു വിമർശനമാണ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഏറ്റവും രൂക്ഷമായ കാര്യം എന്ന് പറയുന്നത് ഈ കോൺഗ്രസിന്റെ ഈ പ്രധാന ഇൻവെസ്റ്റർ വിദേശത്തേക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി ആളെ കയറ്റുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി അയക്കുന്നതാണ്. അതുവഴി ക്രിസ്ത്യാനികളെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്ന വേലയാണ് ദീപിക ചെയ്യുന്നത് എന്നുള്ള വിമർശനമാണ് ഷോൺ ജോർജ് വെക്കുന്നത്. ഒപ്പം തന്നെ തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം പറ്റിയ ശേഷം BJPക്കെതിരെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അത് കേന്ദ്രത്തിന് മുൻപിൽ എത്തിക്കുമ്പോൾ ഞങ്ങൾ ഉത്തരമുട്ടിപ്പോകുന്നു, അല്ലെങ്കിൽ കേന്ദ്രം ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വിഷയം കേന്ദ്രം കാണുകയാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ, അതായത് FCR വിഷയത്തിൽ സഭകളുടെ ആശങ്ക അറിയിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇടപെട്ട് അത് നിർത്തിയത്. മറ്റാരും ഇടപെടൽ അതിലില്ല. ഈ പറയുന്ന കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന്റെയോ ഒന്നും തന്നെ പിന്തുണ അതിലില്ല. പക്ഷേ ഞങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് അത് നിർത്തലാക്കുന്നത് അല്ലെങ്കിൽ സഭകളുടെ